നേമം കുളക്കുടിയൂർ കോണത്ത് അയ്യപ്പന്റെ വീട് മൂകമാണ്. ചിതറിയ ബാല്യത്തെയും മരവിച്ച യൗവനത്തെയും മദ്യത്തിന്റെ അകസ്മിതകളിൽ പൂത്തിരികളാക്കിയ അയ്യപ്പന്റെ അവസാന വരവും കാത്തിരിക്കുകയാണ് ഈ ഗ്രാമം മുഴുവൻ. രാത്രി വൈകി തന്റെ കൈകളിൽ വീഴുന്ന നനുത്ത സ്പർശം ഇനി ഉണ്ടാവില്ലെന്ന തിരിച്ചറിവിലാണ് അയ്യപ്പന്റെ ഏക സഹോദരി സുബലക്ഷ്മി. ഒപ്പം അരാജകത്വത്തിന്റെയും ക്ഷോഭങ്ങളുടെയും ഇടവഴികളിൽ പരസ്പരം തണലായി നിന്ന തന്റെ അരുമ സഹോദരൻ ഗവൺമെന്റ് ആശുപത്രി മോർച്ചറിയിൽ തണുത്തുവിറങ്ങലിച്ച് 4 നാൾ കിടക്കുന്നതിന്റെ മൗന നൊമ്പരവും. കറുപ്പിന്റെയും ചാരവർണത്തിന്റെയും ബിംബങ്ങൾക്കിടയിൽ അയ്യപ്പൻ കവിതകളിൽ പൂത്തുലഞ്ഞ സുഗന്ധത്തിന്റെ മുഖത്തിന് മേഘ എന്ന പേരുണ്ടായിരുന്നു. തനിക്ക് കളിക്കൂട്ടുകാരനായിരുന്ന അയ്യപ്പൻ എന്ന താത്തയുടെ വിങ്ങുന്ന വാക്കുകൾ കൂട്ടിവായിക്കുമ്പോഴും 2008 അബുദാബി ശക്തി അവാർഡിന്റെ മങ്ങിയ ഫ്രെയിമിൽ വിരലുകൾ ഓടിക്കുമ്പോഴും അയ്യപ്പന്റെ ഈ കുട്ടിമുല്ല കാത്തിരിക്കുകയാണ് മരിച്ച് 4 നാൾ കഴിഞ്ഞിട്ടും എത്താത്ത തന്റെ താത്തയുടെ മുഖം അവസാനമായി കാണാൻ. മരിച്ച് 4-ാം നാൾ സാംസ്കാരിക വകുപ്പിന്റെ പ്രതിനിധികൾ അയ്യപ്പന്റെ വീടും തേടിയെത്തി. അപ്പോഴും അവർ തർക്കിക്കുകയാണ്. ചൊവ്വാഴ്ച 4:30 മുഖ്യമന്ത്രി പങ്കെടുക്കേണ്ട പൊതുപരിപാടി കഴിഞ്ഞു മതി അയ്യപ്പന്റെ സംസ്കാര ചടങ്ങുകളെന്ന്. ജീവിതത്തിൽ അയ്യപ്പൻ അക്ഷമനായിരുന്നു. ഇന്ന് അയ്യപ്പന്റെ ആത്മാവക്ഷമനാവുകയാണ്. ആചാരങ്ങളെ പുച്ഛിച്ചു തള്ളിയ തനിക്ക് ആചാരവെടി കാത്തുകിടക്കേണ്ടി വരുന്നതിന്റെ ഗതികേടിനെ ഓർത്ത്. ക്യാമറാമാൻ പ്രകാശ് ചമന്തക്കിനൊപ്പം SV പ്രദീപ്, തിരുവനന്തപുരം.